ഒരു കാട്ടിൽ സുന്ദരിയായൊരു പൂവുണ്ടായിരുന്നു. ഏകാന്തമായി ജീവിക്കുന്ന ആ പൂവിന് മുന്നിൽ ഒരു ദിവസം എവിടെ നിന്നോ ഭംഗിയുള്ളൊരു പൂമ്പാറ്റ വന്നു. പൂമ്പാറ്റയുടെ മനോഹരമായ ചിറകുകൾ കണ്ട് പൂവ് ഇതളുകൾ വിടർത്തി ചെണ്ടുകൾ കൂർപ്പിച്ചു. ചെണ്ടുകൾക്കുള്ളിൽ പറ്റിയിരിക്കുന്ന തേൻതുള്ളികളിൽ പതിയെ സ്പർശിച്ചു. അങ്ങനെ പൂവും പൂമ്പാറ്റയും പ്രണയികളായി. അന്നു മുതൽ പൂവ് എന്നും ചെണ്ടുകളിൽ നിറയെ തേനിറച്ചുകൊണ്ട് പൂമ്പാറ്റയെ കാത്തിരുന്നു. ആവേശത്തോടെ പൂമ്പാറ്റ വന്ന് തേന്നു പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു വൈകുന്നേരം നിറയെ തേനുമായി അണിഞ്ഞൊരുങ്ങി കാത്തുനിന്ന പൂവിന് മുന്നിൽ പൂമ്പാറ്റ വന്നില്ല. പൂവ് കാത്തുകൊണ്ടേയിരുന്നു. രാത്രികളും പകലുകളും കൊഴിഞ്ഞു. പൂമ്പാറ്റ വന്നില്ല. പിന്നീട് ഒരിക്കൽ അതുവഴി പോയ ഒരു കാറ്റ് പൂവിനോട് പറഞ്ഞു, നിന്റെ പൂമ്പാറ്റ ഒരു പുലിച്ചാടി വന്ന് വിഴുങ്ങിയെന്ന്. പൂവ് സങ്കടം കൊണ്ട് കരഞ്ഞു. പിന്നെ കോപം കൊണ്ട് വിറച്ചു. പിന്നീട് ഒരിക്കലും അവളിൽ തേൻ നിറഞ്ഞില്ല. പകരം ചെണ്ടുകളിൽ വിഷം നിറച്ച് എല്ലാ വൈകുന്നേരങ്ങളിലും പൂവ് അണിഞ്ഞൊരുങ്ങി ആ പുൽച്ചാടിയെ കൊല്ലാനായി കാത്തിരുന്നു. അങ്ങനെയാണ് അവൾക്ക് 4 മണിപ്പൂവ് എന്ന് പേര് വന്നത്. ഇന്നും പുൽച്ചാടികൾ 4 മണിപ്പൂക്കൾക്കടുത്തേക്ക് പോകാതിരിക്കാനുള്ള കാരണം അതാണ്.